ഹലോ, വെൽക്കം ബാക്ക് ടു അസാസ് ടെക്. ജനറലി ആൾക്കാർ ലാപ്ടോപ്പ് വാങ്ങിക്കുമ്പോൾ വരുന്ന ഒരു വലിയ ഡൗട്ടാണ് AMD പ്രൊസസർ വാങ്ങിക്കണോ ഇന്റലിന്റെ പ്രൊസസർ വാങ്ങിക്കണോ എന്നുള്ളത്. ലൈക്ക് ഇതിന്റെ കമന്റ്സിലായാലും അതേപോലെ തന്നെ ഓൺലൈൻ ഫോറംസിലായാലും കുറെ ആൾക്കാർക്ക് വരുന്ന ഡൗട്ടാണ്. ലൈക്ക് AMD പെട്ടെന്ന് കേടുവരുമോ, അല്ലെങ്കിൽ ഇന്റൽ വാങ്ങിച്ച അതിന്റെ ലോങ്ങിറ്റിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമോ, ഓവർ ഹീറ്റ് ആവുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ലൈക്ക് ഏത് പ്രൊസസർ നിങ്ങൾ ലാപ്പ് വാങ്ങിക്കുമ്പോൾ, ബഡ്ജറ്റ് ലാപ്ടോപ്പോ അല്ലെങ്കിൽ വില കൂടി ലാപ്ടോപ്പോ, ഗെയിമിംഗ് ലാപ്ടോപ്പോ, തിന്നുള്ള ലാപ്ടോപ്പോ, അങ്ങനത്തെ ഏത് ലാപ്ടോപ്പ് ആണെങ്കിലും നിങ്ങൾ AMD പ്രൊസസർ വാങ്ങിക്കണോ ഇന്റലിന്റെ പ്രൊസസർ വാങ്ങിക്കണോ എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, ലൈക്ക് അപ്പൊ നമ്മൾ ഒരു പ്രൊസസർ എന്ന് പറയുമ്പോൾ ഒരൊറ്റ സിംഗിൾ ഫാക്ടർ അല്ല. ലൈക്ക് ഞാൻ കണ്ടിട്ടുള്ളത് കുറെ ആൾക്കാർ പ്രൊസസർ എന്ന് പറയുമ്പോൾ അതിന്റെ പെർഫോമൻസ് എന്നുള്ള ഒറ്റ ഫാക്ടർ മാത്രം നോക്കുന്നതാണ്. പക്ഷേ നമ്മളൊരു ലാപ്ടോപ്പ് വാങ്ങിക്കുമ്പോൾ ലൈക്ക് അതൊരു ഡിവൈസ് എന്നതായിരിക്കും. ഇപ്പൊ നമ്മൾ കമ്പ്യൂട്ടർ ആണെങ്കിൽ ഓക്കെയാണ്, നമ്മളൊരു സ്ഥലത്ത് കുത്തിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതിന്റെ മെയിൻ ആയിട്ടുള്ള പാർട്സ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് ഒരു മറ്റേ കേസിലാണ് ഉണ്ടാവുക. പക്ഷെ നമ്മൾ ലാപ്ടോപ്പ് വാങ്ങിക്കുമ്പോൾ അങ്ങനെയല്ല. ലൈക്ക് ഇതിന്റെ പെർഫോമൻസ് മാത്രമല്ലാതെ അതിന്റെ എത്ര ലൈക്ക് തെർമൽ എഫിഷ്യൻസി എങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ ലാപ്ടോപ്പ് തൊടുമ്പോൾ ഭയങ്കരമായിട്ട് ഓവർ ഹീറ്റ് ആവുന്നുണ്ടോ, അതേപോലെ തന്നെ അതിന്റെ എഫിഷ്യൻസി ലൈക്ക് നമുക്ക് ചാർജ് കുത്താണ്ട് എത്ര നേരം യൂസ് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ അത് കറണ്ട് കുത്താതെ ലൈക്ക് ചാർജ് ചെയ്യാതെയുള്ള സമയത്ത് എത്ര പെർഫോമൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഇന്റലിന്റെ 12th ജനറേഷൻ ലാപ്ടോപ്സ് ലൈക്ക് പെർഫോമൻസിൽ ഭയങ്കര അടിപൊളിയാണ്. എസ്പെഷ്യലി എച്ച് സീരീസ് ലാപ്ടോപ്സിന് നമുക്ക് കുറെ കോറ് വരുന്നുണ്ട്. അപ്പൊ ഒരു 12450H ഒക്കെ ഏകദേശം റൈസൻ 7ന്റെ ചില മോഡൽ റൈസൻ 7ന്റെ അത്ര പെർഫോമൻസ് നമ്മൾ കറണ്ട് കുത്തിയിട്ട് വരും. പ്രശ്നം എന്താ വെച്ചാൽ ലൈക്ക് അതെല്ലാ സമയത്തും കിട്ടാറില്ല. നമ്മൾ കറണ്ട് കുത്തിയിട്ട് തുടക്കത്തിൽ കുറച്ച് സമയത്ത് കിട്ടില്ല. അപ്പൊ നമ്മൾ ഒരു സൈൻ ബെഞ്ച് റണ്ണൊക്കെ റൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല സ്കോർ കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചുകൂടി നേരം കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ അതിന്റെ പെർഫോമൻസ് ഭയങ്കര കുറഞ്ഞാണ്. അതിലും കുറയും നമ്മൾ ആ പവർ പ്ലഗ് നിന്ന് ഊരിക്കഴിഞ്ഞാൽ. ലൈക്ക് നമ്മൾ ലാപ്ടോപ്പ് ആകുമ്പോൾ അത് പോർട്ടബിൾ ആണ്, നമ്മൾ എല്ലാ സമയത്തും കറണ്ട് കുത്തി യൂസ് ചെയ്യണമെന്നില്ല. അപ്പൊ ലൈക്ക് അതൊരു മേജർ ഡിസഡ്വാൻറ്റേജ് ആണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇപ്പൊ മേജർ ആയിട്ട് നമുക്ക് ലാപ്ടോപ്പ് മാർക്കറ്റിൽ രണ്ട് പ്രൊസസറാണ് വരുന്നത്, ഒന്ന് AMD ഒന്ന് ഇന്റലും. ഇപ്പോ ലൈക്ക് ജസ്റ്റ് ഇപ്പോഴായിട്ട് കഴിഞ്ഞ ഒരു ജൂലൈയിലൊക്കെ ആയിട്ട് ക്വാൾകോമിന്റെ X8 സീരീസ് പ്രൊസസർ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂട്ടുന്നില്ല. അതേപോലെ തന്നെ ഇന്റലിന്റെ ലൂണാറിലേക്ക് പ്രൊസസർ ഇറങ്ങിയിട്ടുണ്ട് ജസ്റ്റ് ഇപ്പോൾ, അതായത് 15th ജനറേഷൻ നിങ്ങൾക്ക് പറയാം, അല്ലെങ്കിൽ അൾട്രാ സീരീസിലെ 2nd ജനറേഷൻ പ്രൊസസർ ഇറങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ കൂട്ടില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു സെയിലിന് വേണ്ടിയിട്ടാണ്, ഇപ്പൊ വരാൻ പോകുന്ന സെയിലിന് വേണ്ടിയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ആ സമയത്ത് ഇത് രണ്ടും വരില്ല. അതേപോലെ തന്നെ അൾട്രാ സീരീസ് 1st ജനറേഷൻ ഉള്ളത് അൾട്രാ 155H ഒക്കെ എല്ലാ ടൈപ്പ് ഓഫ് ലാപ്ടോപ്സും ജനറലി ഞാൻ ലൈക്ക് കൂട്ടാൻ പോകുന്നില്ല. കാരണം എന്താ വെച്ചാൽ അങ്ങനത്തെ പ്രൊസസറിനൊക്കെ ഭയങ്കര വിലയാണ്. ലൈക്ക് ഒരു ഏകദേശം ഒരു 1.5 ലക്ഷം റേഞ്ചിലൊക്കെയാണ് നല്ല ഇന്റലിന്റെ അൾട്രാ സീരീസ് പ്രൊസസർ വരാൻ പോകുന്നത്. അത് AMD പ്രൊസസറിന്റെ അത്ര അടിപൊളിയല്ല. അതേപോലെ തന്നെ ലൈക്ക് ആ ലെവലൊക്കെ എത്തുമ്പോൾ നമുക്ക് ആപ്പിളിന്റെ പ്രൊസസേഴ്സ് കിട്ടും ചെയ്യുന്നുണ്ടോ, അപ്പൊ അതും കൂട്ടുന്നില്ല. അപ്പൊ ലൈക്ക് ഒരു കുറച്ചു കാലം മുന്നേ വരെ നമുക്ക് ഭയങ്കര സിമ്പിൾ ആയിരുന്നു, ഇന്റലിന്റെ പ്രൊസസർ ആയിരുന്നു നല്ലത്. ലൈക്ക് ഇന്റല് കാലാകാലമായിട്ട് അല്ലെങ്കിൽ ഒരു 8th ജനറേഷൻ 9th ജനറേഷനൊക്കെ വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല പെർഫോമൻസ്, അത്യാവശ്യം നല്ലത്. അതേപോലെ തന്നെ ഭയങ്കര സിംപ്ലിഫൈ ആയിട്ട് ഇപ്പൊ നമുക്ക് കുറച്ച് പെർഫോമൻസ് വേണോ i3, കുറച്ചൊരു നല്ല പെർഫോമൻസ് വേണോ i5, നല്ല പെർഫോമൻസ് വേണോ i7 എന്നുള്ള രീതിയിൽ ഭയങ്കര സിമ്പിൾ ആയിരുന്നു ഈ ഒരു പ്രൊസസർ ചൂസ് ചെയ്യുന്ന ഒരു പരിപാടി. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് കുറച്ച് പ്രശ്നങ്ങൾ വന്നത്. ആദ്യത്തെ കാര്യം, AMDയുടെ പ്രൊസസർ നല്ലതായി. ലൈക്ക് റൈസൻ 3000 സീരീസിന് മുന്നേ വരെ, ലൈക്ക് 3000 സീരീസും അതിന് മുന്നേയും AMD പ്രൊസസേഴ്സ് ലാപ്ടോപ്പിന് അത്ര നല്ലതായിരുന്നില്ല. കാരണം ഒന്ന് ഭയങ്കര ഓവർ ഹീറ്റിംഗ് പ്രൊസസേഴ്സ് ആയിരുന്നു, രണ്ട് പെർഫോമൻസും ഭയങ്കര കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. ഇപ്പൊ എന്റെ ആദ്യത്തെ ലാപ്ടോപ്പ് ഒരു HP 15S ആയിരുന്നു. അതിൽ AMD A9 പ്രൊസസർ ആയിരുന്നു. ലൈക്ക് അത് ബേസിക് ടാസ്ക്സ് പോലും കംപ്ലീറ്റ് ചെയ്യാൻ കഷ്ടപ്പെടുന്ന ഒരു പ്രൊസസർ ആയിരുന്നു. അതേപോലെ തന്നെ ഹീറ്റിങ്ങും അത്യാവശ്യം നന്നായിട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് റൈസൻ 4000 സീരീസ് വിട്ടിട്ട് നല്ല അടിപൊളി പ്രൊസസേഴ്സ് ആണ് AMD ഇറക്കാൻ തുടങ്ങിയത്. അതേപോലെ തന്നെ രണ്ടാമത്തെ പ്രശ്നം വന്നത് ഈ ഇന്റലിന് അതിന് മുന്നേ ഏകദേശം ഒരു 5-6 കൊല്ലം പക്കാ മോണോപോളി ആയിരുന്നു. ലൈക്ക് AMD പ്രൊസസേഴ്സ് എല്ലാം ഒരു 30-35 അടിയിൽ മാത്രമേ വിറ്റുപോയിരുന്നുള്ളൂ. അപ്പൊ ലൈക്ക് അവര് ഒരു തരത്തിലുള്ള ഇന്നോവേഷന് കൊണ്ടുവരാണ്ട് പിന്നെ പെട്ടെന്ന് AMD നല്ല പ്രൊസസർ വെച്ച് വന്നപ്പോൾ അവരിലേക്ക് അടിപൊളി പോയി എന്ന് പറയാം. അതായത് ഇപ്പൊ ലൈക്ക് എത്ര വലിയൊരു ചേഞ്ച് ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ എന്റെ പ്രൊസസർ ഇപ്പോഴത്തെ എന്റെ പ്രൊസസർ റൈസൻ 4000 സീരീസിൽ 4600 വെച്ചാണ്, റൈസൻ 5 4600 വെച്ച്. അത് 50,000 ഒരു ലാപ്ടോപ്പിൽ കിട്ടിയ പ്രൊസസറാണ്. ആ പ്രൊസസർ അതിന് തൊട്ട് മുന്നത്തെ കൊല്ലം ഇറങ്ങിയ 2 ലക്ഷം രൂപയുടെ ലാപ്ടോപ്പിനേക്കാളും പെർഫോമൻസ് കൂടുതലായിരുന്നു. i9 8000 ലൈക്ക് 8th ജനറേഷനേക്കാളും പെർഫോമൻസ് കൂടുതലായിരുന്നു എന്റെ അതിൽ 4-1 വിലയുള്ള ലാപ്ടോപ്പിലെ പ്രൊസസർ. അതും അതിനേക്കാളും ഒരു ഫ്രാക്ഷണൽ പവർ യൂസ് ചെയ്തിട്ട്. ഇപ്പൊ എന്റെ ലാപ്ടോപ്പ് ഏകദേശം 35 വാട്ടിലാണ് ഈ കണ്ട പെർഫോമൻസ് ഒക്കെ ഉണ്ടാക്കുന്നത്. ആ ഒരു i9 പ്രൊസസർ അതിൽ ഏകദേശം എടുത്തിരുന്ന 100 വാട്ടിന്റെ അടുത്താണ്. സോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഏറ്റവും മെയിൻ ആയിട്ട് ലൈക്ക് ഞാൻ പറയാം, ഇപ്പൊ നിങ്ങളൊരു 40,000 അടിയിലാണ് നിങ്ങളുടെ ലാപ്ടോപ്പ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് പ്രൊസസറാണുണ്ട്. ഒന്ന് i3 1215U അല്ലെങ്കിൽ i3 1220p. ഇത് രണ്ടും നല്ല അടിപൊളി പ്രൊസസ്സാണ്. പിന്നെ ഞാൻ കുറെ ആൾക്കാർ നോക്കാൻ കണ്ടിട്ടുണ്ട്, ഓക്കെ i3 ആണ് പെർഫോമൻസ് ഉണ്ടാവില്ല എന്നുള്ളത്.
പക്ഷെ അല്ല, i5 11300H എന്ന് പറഞ്ഞാൽ തൊട്ട് മുന്നത്തെ കൊല്ലത്തെ ഗെയിമിംഗ് ലാപ്ടോപ്പുകളിൽ യൂസ് ചെയ്യുന്ന പ്രൊസസ്സറിനെക്കാളും പെർഫോമൻസും എഫിഷ്യൻസിയും എല്ലാം കൂടുതലാണ് ഈ 12th ജനറേഷൻ 1215U അല്ലെങ്കിൽ 1220Pക്ക്. അപ്പൊ ലൈക്ക് നിങ്ങളൊരു 30,000-40,000 അടിയിലാണെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ വേറൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞ 12 സീരീസ് അല്ലെങ്കിൽ 13 സീരീസ് i3 എടുത്താൽ മതി. ഇനി ഒരു 45-നൊക്കെ അടിയിലാണെങ്കിൽ നിങ്ങൾ ഇതേപോലെ തന്നെ i5 ഉണ്ട്, സെയിം ഏകദേശം പെർഫോമൻസ് ആണ്. പക്ഷെ ആ റേഞ്ചിൽ എത്തുമ്പോൾ നമുക്ക് AMD 7530U പ്രൊസസർ കിട്ടുന്നുണ്ട്, അതും നല്ലതാണ്. ഓക്കെ. ഇനി ലൈക്ക് അതിപ്പോ തിന്നലായിട്ട് ഏകദേശം സിമ്പിൾ ആണ്. ലൈക്ക് നിങ്ങൾ ആ ഒരു i7 i9 എന്നുള്ള വേരിയൻസിലേക്ക് പോകാണ്ടിരിക്കുക. നമ്മൾ നോക്കുമ്പോൾ മാക്സിമം നോക്കുക. അതേപോലെ തന്നെ H സീരീസ് പ്രൊസസർ നോക്കാണ്ടിരിക്കുക. അപ്പൊ ASUSന്റെ വിവോ ബുക്കിലൊക്കെ 12500H അല്ലെങ്കിൽ 12450H 12700H ഒക്കെ വരുന്നുണ്ട്. i7 12700H ഒക്കെ വരുന്നുണ്ട്. അതിന് ഇഷ്യൂ എന്താ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് അതിനൊരു ഞാൻ പറഞ്ഞു ഒരു ഓപ്പറേറ്റ് ഒരു TDP വേണം. ഇപ്പൊ ലൈക്ക് നമ്മളൊരു പ്രൊസസറിന് ഒരു i7 പ്രൊസസറിന് നമ്മളൊരു 30 വാട്ട് കൊടുത്താൽ അത് 100 പോയിന്റ് തന്നാൽ അത് 50 വാട്ട് കൊടുത്താൽ ചിലപ്പോൾ 200 പോയിന്റ് വരും. പിന്നെ 70 വാട്ട് കൊടുത്താലും 250 പോയിന്റ് വരിക. അങ്ങനെ കേസിൽ നമ്മളൊരു ചെറിയൊരു ലാപ്ടോപ്പ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബെഞ്ച് മാർക്ക് നോക്കുമ്പോൾ എത്ര ഉണ്ടാവും? ഈ 70 വാട്ട് കൊടുക്കുന്ന 250 പോയിന്റ്സ് ഉണ്ടാവും. പക്ഷെ ആ പ്രൊസസറിന് ആ ഒരു ലാപ്ടോപ്പിന് എത്ര കൊടുക്കാൻ പറ്റിയുണ്ടാവുള്ളൂ? മാക്സിമം 30 വാട്ടാണ്. അപ്പൊ നമുക്ക് എത്ര പെർഫോമൻസ് കിട്ടുക? ജസ്റ്റ് ഈ 100 പോയിന്റ്സ് ആണ്. അപ്പോൾ നമ്മളൊരു i5 അല്ലെങ്കിൽ Ryzen 5 നോക്കിയാൽ തന്നെ ചിലപ്പോൾ വേറെ ലാപ്ടോപ്പിൽ കുറച്ചുകൂടി എഫിഷ്യന്റ് ആയിട്ടുള്ള ലാപ്ടോപ്പിൽ അതിനേക്കാളും കൂടുതൽ പെർഫോമൻസ് കിട്ടും. അപ്പൊ ലൈക്ക് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ വേറൊരു കാര്യം പറയാനുള്ളത് ഇതേപോലെ തന്നെ ലൈക്ക് കുറെ പേരോട് ചോദിക്കുന്നതാണ് AMD 2 കൊല്ലം കഴിഞ്ഞാൽ സ്ലോ ഡൗൺ ചെയ്യുമോ എന്നുള്ളത്. ലൈക്ക് അത് നിങ്ങൾക്ക് എവിടുന്നാണ് കിട്ടിയെന്ന് അറിയില്ല. പക്ഷേ AMD അല്ല ഒരു പ്രൊസസർ അങ്ങനെ സ്ലോ ഡൗൺ ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ലൈക്ക് ഇപ്പൊ സെർവർക്കൊക്കെ പ്രൊസസർ വാങ്ങിക്കണ്ടല്ലോ, 2 കൊല്ലം കഴിഞ്ഞ് സ്ലോ ഡൗൺ ചെയ്യുമെങ്കിൽ അങ്ങനെ ആരും വാങ്ങിക്കില്ലല്ലോ. ഇപ്പൊ എന്റെ കയ്യിലുള്ളത് ഞാൻ പറഞ്ഞ പോലെ 4600H ആണ്. അതിലേക്ക് ഇപ്പോൾ ഏകദേശം 4 കൊല്ലം കഴിഞ്ഞു, ഇപ്പോഴും ലൈക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ടുണ്ട്. അതിന്റെ ഫുൾ പെർഫോമൻസ് വഴി ഞാൻ യൂസ് ചെയ്യും. ഞാൻ 15 വാട്ടിൽ ലിമിറ്റ് ചെയ്ത് വെച്ചിരിക്കുക അതിന്റെ പെർഫോമൻസ്. അപ്പൊ അങ്ങനെ ഒരു കാര്യമില്ല. രണ്ടാമത് ഇപ്പോൾ ഇന്റൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് GPU ലൈക്ക് iGPUന്റെ പെർഫോമൻസ് കുറവാകുന്ന കുറെ പേര് ചോദിക്കാറുണ്ട്. അതും ലൈക്ക് പണ്ട് സത്യമായിരുന്നു, പക്ഷെ ഇപ്പൊ സത്യമല്ല. ഇപ്പൊ Iris Xe ആണ് ഒരുവിധം ഞാൻ സജസ്റ്റ് ചെയ്യാൻ പോകുന്ന പ്രൊസസ്സറിലെല്ലാം വരുന്നത്. Iris Xe അത്യാവശ്യം നല്ല iGPU ആണ്. നിങ്ങൾക്ക് അത്യാവശ്യം ഗെയിംസ് ഒക്കെ ലോ സെറ്റിംഗ്സ് ഇട്ട് കഴിഞ്ഞാൽ കളിക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ പ്രൊസസ്സേഴ്സ് എന്ന് പറയുമ്പോൾ ലൈക്ക് നമുക്കൊരു വലിയ സെറ്റ് ഓഫ് പ്രൊസസ്സേഴ്സ് ആണുള്ളത്. ഇപ്പോൾ ഇന്റലിനായാലും AMDക്കായാലും ഇപ്പോൾ സെയിലുള്ളത് മാത്രമായിട്ട് 20-25 പ്രൊസസ്സേഴ്സ് വെച്ചിട്ടുണ്ട്. അപ്പൊ ലൈക്ക് നമുക്ക് ഈസി ആയിട്ട് ഇതിൽ ഏത് പ്രൊസസ്സർ നല്ലത് എന്ന് പറയാൻ പറ്റില്ല. ലൈക്ക് ഞാൻ തന്നെ ഇതിന് മുന്നേ ഇറക്കിയ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു, നിങ്ങൾ ലാപ്ടോപ്പ് നോക്കുകയാണെങ്കിൽ പ്രൊസസ്സറിന്റെ ഇത് നോക്കുമ്പോൾ നാനോ റിവ്യൂ പോലത്തെ ടൂൾസ് യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ തന്നെ അത് കറക്റ്റ് ആണല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ 12500Hന്റെ റിവ്യൂ നോക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് കാണാൻ ഭയങ്കര പെർഫോമൻസ് ഉണ്ട്, 12000 Geekbench സ്കോർ ഒക്കെ ഉണ്ട്. പക്ഷെ അത് വലിയ ഗെയിമിംഗ് ലാപ്ടോപ്പിൽ വരുന്ന സ്കോറാണ്. നിങ്ങൾക്ക് ഈ ASUSന്റെ വിവോ ബുക്കിൽ അത്ര സ്കോർ കിട്ടാൻ പോകുന്നില്ല. എന്നാലും ഒരു ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടി അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ഈസി ആയിട്ട് നാരോ ഡൗൺ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് അതിന്റെ ബേസിക് ടേംസ് ഒക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ഈ പ്രൊസസറിന്റെ ഇപ്പൊ കോർ കൗണ്ട് എന്താണ്, അതേപോലെ തന്നെ ത്രെഡ്സ് എന്താണ്, മൾട്ടി കോർ, ഇ കോർ, പി കോർ ഒക്കെ എന്താണ്, അതിന്റെ Geekbench സ്കോർ എന്താണ് എന്നൊക്കെ അറിയണമെങ്കിൽ ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഇപ്പൊ ലിങ്ക് ചെയ്യാം, നിങ്ങൾ അത് പോയി നോക്കുക. അതിലിങ്ങനത്തെ പ്രൊസസറിന്റെ തിയറി സെക്ഷൻ പോലെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ലൈക്ക് ഇപ്പോൾ i3, i7, i5, i9 എന്നുള്ള ഒരു 4-5 സ്ക്യൂസ് ഉണ്ട് ഇന്റലിന്. അതേപോലെ തന്നെ AMDക്കും Ryzen 3, Ryzen 5, Ryzen 7, Ryzen 9 ഉണ്ട്. ഇനി അതേപോലെ തന്നെ ഇന്റലിന് U സീരീസ് ഉണ്ട് അൾട്രാ ബുക്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് 15 to 28 വാട്ടിനുള്ളിൽ വരാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് P സീരീസ് ഉണ്ട് 25 to 35 ഉള്ളിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് HS, HX എന്നൊക്കെ പറഞ്ഞിട്ട് 45+ ഗെയിമിംഗ് ലാപ്ടോപ്പിൽ യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രൊസസർ സീരീസ് ഉണ്ട്. അതേപോലെ തന്നെ AMDക്ക് 2 സീരീസ് ഉണ്ട്. ഒന്ന് U ഉണ്ട്, അതേപോലെ തന്നെ 2 HS ഉണ്ട്. U എന്നുള്ളത് അണ്ടർ 28 വാട്ട്, HS എന്നുള്ളത് 35+ വാട്ട്സ് ഉള്ളത്. ഇനി ഇതൊക്കെ ബേസിക്കലി ഇപ്പൊ ഒബ്സല്യൂട്ട് ആണ്. ഞാൻ ഈ വീഡിയോ ഇട്ടിട്ട് ഏകദേശം 2 കൊല്ലം കഴിയുമ്പോൾ ഇന്റലിന്റെയും നെയിം സ്കീം അവർ മാറ്റും. ഇപ്പൊ അൾട്രാ സീരീസ് വെച്ച് തുടങ്ങും. അതേപോലെ തന്നെ AMDയും അൾട്രാ ലൈക്ക് പുതിയ ജനറേഷൻ ലൈക്ക് AMD Ryzen AI എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വൃത്തിയായിട്ട് നെയിം സ്കീം വരുന്നുണ്ട്. ലൈക്ക് അതിന് മുന്നേ ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി അടുത്ത കൊല്ലം 2 കൊല്ലം കഴിഞ്ഞാൽ പുതിയ വേറെ വീഡിയോ ഉണ്ടാക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ലാപ്ടോപ്പ് ചൂസ് ചെയ്യാൻ നടക്കാം. നമ്മളൊരു 40,000-നുള്ളിലാണ് വാങ്ങിക്കണത്. അതായത് ഒരു 25 to 40 വാങ്ങിക്കുന്ന വെച്ചാൽ നമ്മൾ i3 1215U എടുക്കാൻ നോക്കണം. ലൈക്ക് ആ റേഞ്ച് തന്നെ നമുക്ക് i5 11th ജനറേഷൻ, Ryzen 5 5th ജനറേഷൻ, അതേപോലെ തന്നെ i3 11th ജനറേഷൻ, ഈ 3 പ്രൊസസർ കിട്ടാണ്ട് അതിന്റെ ഒന്നും ഭാഗത്തേക്ക് പോലും പോകരുത്. ഈ i3 12th ജനറേഷൻ എന്നുള്ളത് ഏകദേശം Ryzen 5ന്റെയോ അല്ലെങ്കിൽ i5 12th ജനറേഷൻ 11th ജനറേഷൻ ഗെയിമിംഗ് ലാപ്ടോപ്പിലുള്ള പ്രൊസസറുകളുടെ അത്രയും പെർഫോമൻസ് ഉള്ളതാണ്, കുറെ കൂടി ബെറ്റർ ആയിട്ടുള്ള എഫിഷ്യൻസിയിൽ. അപ്പൊ നിങ്ങൾ ആ ഒരു റേഞ്ചിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ i3 12th ജനറേഷൻ എടുക്കാൻ നോക്കുക. ലൈക്ക് ഞാൻ ജനറലി സജസ്റ്റ് ചെയ്യാറ്
ഒരു ഇൻഫിനിക്സിന്റെ സ്ലിം X3 എന്ന് പറഞ്ഞ ലാപ്ടോപ്പാണ്. എന്റെ കുടുംബത്തിനെ കുറെ പേർക്ക് എടുത്തു കൊടുത്തിട്ടുണ്ട്, എന്റെ ഫ്രണ്ട്സിന്റെ കുടുംബത്തിൽ കുറച്ച് പേർക്ക് എടുത്തു കൊടുത്തിട്ടുണ്ട്. ലൈക്ക് അടിപൊളി ലാപ്ടോപ്പാണ്. ലൈക്ക് നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്, നല്ല ട്രാക്ക് പാഡ്, നല്ല കീബോർഡാണ്, നല്ല സൗണ്ടാണ്, നല്ല ഡിസ്പ്ലേ ആണ്, എല്ലാം കൊണ്ടും അടിപൊളിയാണ്. അപ്പോൾ ലൈക്ക് നിങ്ങൾ അത് എടുക്കുക. പക്ഷേ ഇൻഫിനിക്സ് കുറെ പേർക്ക് എടുക്കാൻ ഒരു മടിയുണ്ട്. അപ്പൊ നിങ്ങൾ ഈ i3 12th ജനറേഷൻ എടുക്കാൻ നോക്കുക. ഇനി 40 to 45 മുകളിൽ ചില സമയത്ത് i5 പ്രോസസ്സും വരാണ്ട് അത് നിങ്ങൾക്ക് ലൈക്ക് ഇന്ത്യയിൽ എടുക്കണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കുക. അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ ലൈക്ക് i7ഉം ഇതേപോലെ 1260p ഉണ്ട്. i7ന്റെ ആ റേഞ്ചിലേക്ക് പോകാതിരിക്കുക. കാരണം ഒന്ന് പെർഫോമൻസ് ഗെയിന് ഭയങ്കര മിനിമലാണ്. രണ്ടാമത്തെ കാര്യം ഈ ഉള്ള പെർഫോമൻസ് ഗെയിന് നമ്മൾ ഭയങ്കരമായിട്ട് പൈസ കൊടുക്കുന്നുണ്ട്. ആ റേഞ്ചിൽ എയിംഡർ കുറേ കൂടി ബെറ്റർ ആയിട്ടുള്ള U series പ്രോസസ്സും വരുന്നുണ്ട്. ഇനി രണ്ടാമത് ലൈക്ക് ഇത് സിമ്പിൾ ആണ്. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി 50 ഒക്കെ എത്തുകയാണെങ്കിൽ ഐദർ Ryzen 5 അല്ലെങ്കിൽ Ryzen 7 7530 വെച്ച് അവസാനിക്കുന്നത് 30 വെച്ചുള്ളുണ്ട്. അതേ റേഞ്ചിൽ 20 വെച്ചുള്ളുണ്ട്. അത് വാങ്ങിക്കാണ്ടിരിക്കുക. അത് ഏകദേശം ഒരു 4-4.5 കൊല്ലം മുന്നേ ഇറങ്ങിയത്, പിന്നെ റീനെയിം ചെയ്തിട്ട് നമ്മളെ പറ്റിക്കാൻ വേണ്ടി ഇറക്കുകയാണ്. അപ്പോൾ ലൈക്ക് തിൻ ലൈറ്റിന്റെ കാര്യം ഏകദേശം ഇതുപോലെ സിമ്പിൾ ആണ്. ഇനി ഗെയിമിംഗ് ലാപ്ടോപ്പ് നോക്കുമ്പോൾ ജനറലി ഈ i5 12450H ഒക്കെ അത്യാവശ്യം നല്ല പ്രൊസറാണ്. ഈ പറഞ്ഞ തെർമൽ ഇഷ്യൂസ് ഉണ്ട്, അതേപോലെ തന്നെ ബാറ്ററി ബാക്കപ്പിന്റെ ഇഷ്യൂസ് ഉണ്ട്. അത് കുഴപ്പമില്ലെങ്കിൽ ആ പ്രൈസ് റേഞ്ച് കിട്ടുന്ന AMD പ്രോസസ്സിനേക്കാളും കുറച്ചുകൂടി പെർഫോമൻസ് കൂടുതലാണ്. ലൈക്ക് നിങ്ങളപ്പോൾ പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടാണ് വാങ്ങിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ CAD ഒക്കെ കുത്തി എന്തായാലും CAD ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കറന്റ് കുത്തിയിട്ടാണല്ലോ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് നിങ്ങളുടെ മെയിൻ യൂസ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ 12450H അല്ലെങ്കിൽ ലൈക്ക് ഇന്ത്യന്റെ ഈ X series ചിപ്സ് യൂസ് ചെയ്യാം. ഇനി അങ്ങനെയല്ല, നിങ്ങൾക്ക് കുറേ കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു യൂസ് ആണ്. നിങ്ങൾ കുറെ കറന്റ് കുത്തി യൂസ് ചെയ്യും, കുറെ കറന്റ് കുത്താതെ യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഇത്രയും ഹീറ്റ് പറ്റില്ല എന്നുള്ളൊരു കണ്ടീഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജനറലി AMD പ്രൊസറാണ് ഇപ്പോൾ പ്രിഫർ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ നിങ്ങളിപ്പോൾ ഇങ്ങനത്തെ ടെക് ന്യൂസ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അറിയാം, ഈ ഇന്റലിന്റെ ഒക്കെ 13th ജനറേഷൻ 14th ജനറേഷൻ പ്രൊസസ്സേഴ്സ് ഒക്കെ ഡെസ്ക്ടോപ്പിൽ അടിച്ചു പോകാൻ തുടങ്ങിയിരുന്നു. ഇവരെന്താ വെച്ചാൽ ഇന്നോവേഷൻ ഇല്ലാത്തത് കൊണ്ട് ഒരേ പ്രൊസസ്സർ കുറെ കൂടി ഓവർക്ലോക്ക് ചെയ്ത് ഇറക്കുമ്പോൾ അതിൽ ഇഷ്യൂസ് കുറെ വരുന്നുണ്ട്. ലൈക്ക് അത്ര ഓവർക്ലോക്കിംഗ് ഇല്ലെങ്കിലും ഏകദേശം അതിന്റെ ഒരു സെയിം തിയറിയാണ് ഇവർ ലാപ്ടോപ്പിൽ ഇറക്കുന്നത് ഈ അൾട്രാ ജനറേഷന്റെ മുന്നേ. അപ്പോൾ ലൈക്ക് നിങ്ങൾ മാക്സിമം പോവാണെങ്കിൽ AMD ഉണ്ടെങ്കിൽ അതിലേക്ക് പോവാം. പക്ഷെ നിങ്ങൾക്ക് മാക്സിമം പെർഫോമൻസ് മാത്രമാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ എന്തിലേക്ക് പോവാം, ഈ ഇന്റൽ 12450H അല്ലെങ്കിൽ 13420H എന്നുള്ള പ്രോസസ്സിലേക്ക് പോവാം. അതേപോലെ തന്നെ i7ന്റെ കാര്യത്തിലും. ഇനി വേറെ കാര്യമുള്ളത്, ഇന്റൽ ആണെങ്കിലും AMD ആണെങ്കിലും നിങ്ങൾ Ryzen 9 അല്ലെങ്കിൽ i9ക്ക് പോവാതിരിക്കുക. ലൈക്ക് രണ്ട് പ്രോസസ്സിന്റെ കാര്യത്തിലും രണ്ട് അടിപൊളി പ്രോസസ്സ് ഉണ്ട്. ഏകദേശം 16 കോറൊക്കെ ആയിട്ടുള്ള ഒരു AMD പ്രോസറും 10-32 കോറും വെച്ചിട്ട് i9ന്റെ പ്രോസറുണ്ട്. അതിന് ഭയങ്കര പെർഫോമൻസ് കൂടുതലാണ്. പക്ഷെ ബാക്കിയുള്ള i9ഉം Ryzen 9ഉം ഒക്കെ അത്യാവശ്യം നല്ല സെയിം i7ന്റെ അല്ലെങ്കിൽ Ryzen 7ന്റെ സെയിം പെർഫോമൻസും ഒരു 10, 20, 25,000 രൂപ എക്സ്ട്രാ പൈസയും വെച്ചിട്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ബ്രാൻഡിങ്ങിന് വേണ്ടി മാത്രം എന്ത് ചെയ്യാതിരിക്കുക, ഈ Ryzen 9 അല്ലെങ്കിൽ i9 എന്നുള്ള വാങ്ങിക്കാതിരിക്കുക. ഞാനിപ്പോ സ്ക്രീനിൽ കാണിക്കാം. ലൈക്ക് ഇതൊരു i7 vs i9 ആണ്, ഇത് ഒരു Ryzen 7 vs Ryzen 9 ആണ്. അപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എന്ത് പെർഫോമൻസ് ഡിഫറൻസ് ആക്ച്വലി ഇല്ല എന്നുള്ളത്. അപ്പൊ നിങ്ങൾ അങ്ങനെ പേരിനും പോയി വീഴാതിരിക്കുക. സോ പെർഫോമൻസിന്റെ കാര്യത്തിൽ ജനറലി നിങ്ങളൊരു ഇപ്പോൾ ഒരു എക്സ് എമൗണ്ട് ഓഫ് മണി ചെലവാക്കാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നെങ്കിൽ അതിൽ യൂഷ്വലി ഇന്ത്യന്റെ പ്രൊസസ്സറാണ് പെർഫോമൻസ് കൂടുക. ഇപ്പൊ ലൈക്ക് നമ്മൾ i3 12th ജനറേഷന്റെ കാര്യം പറയുകയാണെങ്കിലും i5 12450Hന്റെ കാര്യം പറയുകയാണെങ്കിലും i7 13720Hന്റെ കാര്യം പറയാനും ഒക്കെ നമ്മൾ പൈസ കൊടുക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ പെർഫോമൻസ് തരിക ഏതാണ്, ഇന്ത്യന്റെ പ്രൊസസ്സറാണ് ജനറലി. ഇനി അപ്പുറത്തെ സൈഡ് നോക്കുമ്പോൾ നമുക്ക് ബാറ്ററി ബാക്കപ്പും എഫിഷ്യൻസി തരിക കൂടുതൽ എന്താണ്, AMD പ്രൊസസ്സറാണ്. ഇപ്പോൾ ലൈക്ക് ഇന്ത്യൻ i3 എന്നുള്ള സാധനത്തിന് പകരം വെക്കാൻ വേണ്ടി ഒരു Ryzen ഇപ്പൊ ഇറക്കുന്നില്ല. Ryzen നല്ല പൈസ കിട്ടിയതുകൊണ്ട് ലൈക്ക് അവര് ഹയർ എൻഡ് മോഡൽസ് മാത്രമേ ഇറക്കുന്നുള്ളൂ. അപ്പൊ ലൈക്ക് i3 12th ജനറേഷൻ ഭയങ്കര അടിപൊളിയാണ്, 13th ജനറേഷൻ ഭയങ്കര അടിപൊളിയാണ്. അത് കഴിഞ്ഞിട്ട് പോകുമ്പോൾ ലൈക്ക് ജനറലി പെർഫോമൻസ് ഇച്ചിരി കുറവാണെങ്കിലും നല്ല എഫിഷ്യൻസി കൂടുതലും, അതേപോലെ തന്നെ നമ്മൾ കറന്റ് കുത്താതെ യൂസ് ചെയ്യുമ്പോൾ പെർഫോമൻസ് കൂടുതൽ ഏതിനാണ്, AMDയുടെ ലാപ്ടോപ്സിന് പ്രൊസസ്സേഴ്സിനാണ്. ഓക്കെ, ലൈക്ക് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ യൂസ് ഏതാണോ അതിനനുസരിച്ച് ലാപ്ടോപ്പ് ചൂസ് ചെയ്യുക. അപ്പൊ ജനറലി ഞാൻ സജസ്റ്റ് ചെയ്യാൻ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ AMD ഇത് ലൈക്ക് ആ ഒരു 40,000-45,000 കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ AMD ലാപ്ടോപ്പ് വാങ്ങിക്കാനാണ്. കാരണം എന്താ വെച്ചാൽ ലൈക്ക് ലാപ്ടോപ്പ് ഒരു മിക്സ്ഡ് യൂസ് ആണല്ലോ. അപ്പൊ നമുക്ക് ബാറ്ററി ബാക്കപ്പും അല്ലെങ്കിൽ എത്ര ഹീറ്റ് ആവേണ്ടത് എന്നുള്ളതും ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇനി ഇങ്ങനത്തെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ്സിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ തരാം, അതിലോ ചോദിക്കുക, ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കാം. അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും ഇങ്ങനത്തെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റിൽ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ അതിൽ ഐഡർ റിപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ വീഡിയോ ഉണ്ടാക്കുകയോ ചെയ്യാം. താങ്ക് യു.